ആചാരപ്രകാരം സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കാൻ ജനക മഹാരാജാവ് തീരുമാനിച്ചു. ജനകൻ അയോധ്യയിലേക്ക് ദൂതന്മാരെ അയച്ചു. തൻ്റെ പുത്രൻ്റെ വിജയവാർത്തയറിഞ്ഞ ദശരഥൻ പത്നിമാരോടും ഭരതശത്രുഘ്നന്മാരും വസിഷ്ഠനും മറ്റു പരിവാരങ്ങളുമായി മിഥിലയിൽ എത്തിച്ചേർന്നു. മകം നക്ഷത്ര ദിവസം ആചാരപ്രകാരം തന്നെ വിവാഹ നിശ്ചയം നടത്തുകയും 3-ാം ദിവസം ഉത്ര നക്ഷത്രത്തിൽ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ സീതയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജനകൻ ഊർമിളയെയും ലക്ഷ്മണനും മണ്ഡാവിനിയെയും സുതകീർത്തിയെയും യഥാക്രമം ഭരതശത്രുഘ്നന്മാർക്കും വിവാഹം ചെയ്തു കൊടുത്തു. വിശ്വാമിത്രൻ ദമ്പതിമാരെ അനുഗ്രഹിച്ചു. 4 വിവാഹ മഹോത്സവങ്ങൾ കൊണ്ട് നാടെങ്ങും ഇളകിമറിഞ്ഞു. എവിടെയും സന്തോഷാരവങ്ങൾ. വിവാഹത്തിനു ശേഷം ജനകന്റെ അപേക്ഷപ്രകാരം ദശരഥനും മറ്റും കുറച്ചുനാൾ മിഥിലയിൽ താമസിച്ച ശേഷമായിരുന്നു മടങ്ങിയത്. ദശരഥനെയും പരിവാരങ്ങളെയും ജനകൻ ചക്രവർത്തിക്ക് യോജിച്ച വിധത്തിൽ അയോധ്യയിലേക്ക് യാത്ര അയച്ചു. അവർ ഉത്സാഹത്തോടെ മടങ്ങി. മിഥില പരിധിവരെ കൂടെ പോയ ജനകൻ തിരികെ മടങ്ങി. വിശ്വാമിത്ര മഹർഷി തപസ്സിനായി ഹിമാലയത്തിലേക്ക് തിരിച്ചു.